മുയലായാൽ ഒന്നും കഴിയൂല, ഒന്നും നടക്കൂല. ഇങ്ങനെ ചില വെപ്പുണ്ട് ഇപ്പൊ ചില മൂല്യങ്ങൾക്ക്. അത് വെക്കേണ്ട മൂല്യന്മാരെ ഞാൻ ഇപ്പൊ പറയണത്. നമ്മളെ കാര്യങ്ങളൊക്കെ റബ്ബല്ലേ നോക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കാത്ത ഭാഗത്തു കൂടെ റബ്ബ് ചിലപ്പോ ചില കാര്യങ്ങൾ നടത്തും. എങ്ങനെ അത് നടത്തിയത് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് റബ്ബിന്റെ ദീൻ നോക്കുക. അപ്പൊ നമ്മളെ കാര്യങ്ങൾ നമ്മളെ റബ്ബ് നോക്കും. ഏതൊരു വിശ്വാസങ്ങൾ മനസ്സിലുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഓന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ആ ഓത്തിൽ നിങ്ങൾക്ക് ഫലപ്പെടും. ഞാൻ പറയും എൻ്റെ കുട്ടികളോട്, എന്തിനാ നമ്മൾ കൊടുക്കുന്നത്? ഞാൻ കുട്ടികളോട് പറയും, ഞാനിപ്പോ എത്ര കാലമായി നിങ്ങളുടെ ഉസ്താദായി നടക്കുന്നു. ഇന്ന് വരെ കുട്ടികളെ നിങ്ങളെല്ലാം കൂടി ഇന്നും സഹായിക്കണം. എന്തെങ്കിലും വിഷമമുണ്ട് ഞങ്ങളോട് ഇറങ്ങണം. നിങ്ങൾ പലരും വന്ന് എൻ്റെ അടുത്ത് സങ്കടം പറയും. ഞാൻ ആരോടെങ്കിലും പറഞ്ഞ് ആ സങ്കടം തീർത്തു വരും. അങ്ങനെയല്ലാതെ നിങ്ങളുടെ സഹായം കൊണ്ടല്ല ഞാൻ ജീവിക്കണത്. എനിക്ക് എൻ്റെ റബ്ബ് എങ്ങനെയെങ്കിലും എൻ്റെ കയ്യിൽ എത്തിച്ചേരും. എങ്ങനെ നമുക്കറിയില്ല. അപ്പൊ അള്ളാഹുവാണ് നമ്മളെ കാര്യങ്ങൾ നോക്കുക. ഈ ഒരു വിശ്വാസങ്ങൾക്ക് വേണം എന്നല്ലാതെ ഇൽമ ഒരിക്കലും ദുന്യാവിന്റെ മാർഗമാക്കി സ്വീകരിക്കാനേ പാടില്ല. അള്ളാഹുവിന്റെ ദീന്റെ ശ്രദ്ധക്കാണ് ഇൽമ. ആ ഇൽമിലൂടെ നമ്മളങ്ങനെ പോകുമ്പോ നമ്മളെ കാര്യങ്ങൾ റബ്ബ് നടത്തി തരും. എന്താ ഈ ഒരു വിശ്വാസം ഇല്ലാത്തത്? നമ്മളനുഭവം, എന്റെ അനുഭവം പറഞ്ഞ, എനിക്ക് ഇങ്ങനല്ലാത്ത ഒരു കച്ചവടത്തിന് ഷെയർ എനിക്കില്ല. വല്ലാഹി സുമ്മല്ലാഹി കച്ചവടത്തിന് ഷെയർ തന്നെയല്ല. ഞാൻ ഏതെങ്കിലും കച്ചവടക്കാര് ഷെയർ വിരിച്ചു വരുമ്പോ ഞാൻ ഒരു റുപ്യം കൊടുക്കലുമില്ല. പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോ ഇയാളിപ്പം എങ്ങനെ അങ്ങനെ ആയത് എല്ലാവർക്കും ആശ്ചര്യം. അപ്പൊ അള്ളാഹുവാണ് ദുന്യവിയായ സംഗതി നടത്തി തന്നത്. നമ്മളെ അള്ളാഹു നിശ്ചയിച്ചിരിക്കണ ദുന്യാവിന്റെ കാര്യം നോക്കാനല്ല, ഷെയർ ബിസിനസ് ഉണ്ടാക്കാനും അതിലൊരാളെ കൂട്ടാനും അതിനൊന്നും അല്ല നമ്മളെ നിശ്ചയിച്ച് ദീനിന്റെ കുറവ് നോക്കിയിട്ട് അത് നടത്താനാ. നമ്മളെ നിശ്ചയിച്ച കാര്യം നാം ചെയ്തോ, എന്നാ നമ്മളെ കാര്യം അള്ളാഹു ചെയ്യും. യാതൊരു സംശയമില്ല. ഞാൻ തന്നെ എൻ്റെ മൂത്ത മോളെ കെട്ടിക്കാൻ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞു, ഇനിയിപ്പോ കുറഞ്ഞ ഇഷ്ടമുള്ളൂ കല്യാണത്തിന്, നിങ്ങളിപ്പോ എൻ്റെ ഒരു ചൂടൊന്നുമില്ല, പണ്ടം കൊടുക്കണ്ടേ കൊച്ചു. ഞാൻ ചൂടായിട്ട് എന്ത് കാര്യ, ഞാൻ തണുപ്പില്ല. അപ്പൊ ഈ കാര്യമൊക്കെ നടന്നോണ്ടേ അത് നടത്തല് ബജ്ജ നടത്താം. എന്റെ പെൺകുട്ടികളോ ഞാനല്ലേ ഇട്ടിക്ക, അതപ്പൊ നടക്കും. ഓരോ ചൂട് എനിക്കുണ്ടായില്ല. എന്നാ എന്തെങ്കിലും സംഗതി നടക്കാതെന്നോ ഒന്നും നടക്കാന്നില്ല. എങ്ങനെ നടന്നു? അല്ലാഹു അലം. അല്ലാഹു അലം എന്നല്ല പറയലാണ് നമ്മള് കേട്ടും. നല്ല ആടിന്റെ മന്തിയൊക്കെ എല്ലാവരും കൊടുത്തിരുന്നു. അതും ഒരാള് വന്ന് പറഞ്ഞതാ, നമ്മൾ ആടിന്റെ മന്തി ആക്കണം, ഉസ്താദിന്റെ ആദ്യത്തെ കല്യാണമാണ്. അപ്പൊ ആരാ ആടിനെ മന്തി എടുത്തത്? ഞാനല്ല, ആ പറഞ്ഞ ആളാ. ഇതിപ്പോ ആരെങ്കിലും അറിയോ? അയാള് വന്ന് 2 ലക്ഷം റുപ്യ ആട് മന്തിക്ക് വേണ്ടിയിട്ട് അയാൾ ചെലവാക്കി. അപ്പൊ എന്താ അപ്പൊ ഈ കാഴ്ചക്കാർക്ക് എന്താ അയാള് മന്തിയൊക്കെ കൊടുത്തിരുന്നത്, ആടുമന്തിയൊക്കെ. നമ്മള് ആരോടും പൈസ വാങ്ങിയിട്ടില്ല, ഒരു റുപ്യ വാങ്ങിയില്ല. അപ്പൊ അല്ലാഹു തആല നമ്മളെ ദീന് കത്തു. എന്നാ ഇതൊക്കെ നടന്നു. അതൊക്കെ ചില മഹ്ബീങ്ങൾ രഹസ്യം ആയി ചെയ്തതാണ്.
ഇത് അല്ലാഹു തആല ചെയ്തതിന് നമ്മളെന്താ ചെയ്യാ? നമ്മൾ ആവശ്യപ്പെട്ടതല്ല. അപ്പൊ നമ്മളെ ഓരോ കാര്യങ്ങളും അതാത് സമയത്ത് അപ്പാർക്കും. നമ്മൾ ആരോടും ഒരു പരാതി പറയേണ്ടതില്ല. നമ്മൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ റബ്ബിനോട് പറയാ. ഈ ഒരു വിശ്വാസത്തിൽ മുത്തഅല്ലിമീങ്ങളെ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ ഈ ദുന്യാവ് ആഖിറത്തിനുള്ള ഇൽമോണ്ട് ദുന്യാവ് മോഹിക്കൂല. ദുന്യാവ് വേറെ കിട്ടും, കിട്ടെങ്കിൽ ഇല്ലേ പോട്ടെ എന്നൊക്കെ കിട്ടിക്കോളന്ന് അങ്ങനെയില്ലല്ലോ. അള്ളാഹു ഒന്നിലും നമ്മളെ വിഷമിപ്പിക്കാതിരിക്കട്ടെ.